ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, തുടർച്ചയായ 5 ദിവസവും നമ്മൾ നല്ലൊരു ഇടിവ് കണ്ടതാണ് സ്വർണ്ണ വിലയിൽ. ഇത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിതാ 1080 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് പവന്റെ വില. എങ്ങനെയാണ് ഈ വില വർധനവിനെ മേഡം നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ ഇതിൽ ബാധിച്ചിരിക്കുന്ന ഘടകങ്ങൾ അതെന്തെല്ലാമാണ്? അതായത് ഇപ്പോൾ ഒരു വില വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. വില കുറഞ്ഞു വരും പതുക്കെ, സാവകാശമെങ്കിലും എന്ന് കരുതിയിരുന്നു. പക്ഷേ അത് തന്നെയുമല്ല, എന്താണ്, യുദ്ധം ഒരു പക്ഷേ നിർത്തിയേക്കാം, സമവായത്തിൽ എത്തിയേക്കാം എന്ന ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കൻ കോൺഗ്രസ് ആണെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധം നിർത്തണം എന്ന രീതിയിലാണ്, ശാസന രൂപത്തിലാണ് ട്രംപുമായിട്ട് ഇടപെടുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ താല്പര്യം ഇപ്പോഴും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണം. അതായത് ഇറാനെ വരുതിയിൽ വരുത്തിയതിന് ശേഷം മാത്രമേ യുദ്ധം നിർത്താവൂ എന്നാണ്. അപ്പോ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? യുദ്ധത്തിന്റെ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിന്ന് വിദേശത്തേക്ക് വിറ്റുപോയത്, അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ സെൻസെക്സിൽ നിന്നും നിഫ്റ്റിയിൽ നിന്നും, അതായത് ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിന്ന് വിദേശത്തേക്ക് വിറ്റുപോയത് തന്നെ 4.5 ലക്ഷം കോടിയുടെ ഓഹരികളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ വിപണിയിൽ നിന്ന്, ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പിന്മാറുന്നത്? അവർക്ക് ഇന്ത്യയാണ് ഈ യുദ്ധത്തിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാജ്യമെന്നും, ഇവിടുത്തെ ഓഹരി വിപണിയിൽ ഇട്ടിരുന്നാൽ, അവരുടെ ധനം സൂക്ഷിച്ചിരുന്നാൽ അല്ലെങ്കിൽ നിക്ഷേപിച്ചിരുന്നാൽ അതുകൊണ്ട് പ്രയോജനം കിട്ടുകയില്ല എന്നുമുള്ള ഭയം മൂലമാണ് ഈ 4.5 ലക്ഷം കോടിയുടെ ഓഹരികൾ വിറ്റുപോയത്. അതായത് നിഫ്റ്റി തന്നെ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ 7.5% നഷ്ടത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് 13.5% നഷ്ടമാണ് സെൻസെക്സിന് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഓഹരി വിപണി നഷ്ടത്തിൽ ഓടുക എന്ന് വെച്ചാൽ ഇന്ത്യൻ വിപണി ആദായകരമല്ല. അപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപിച്ചിരുന്നവര് പിന്നെ എവിടെ നിക്ഷേപിക്കും? അവരിലെ ഒരുപാട് പേരും, അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അമേരിക്കൻ ഓഹരി വിപണിയിൽ ഇപ്പോഴും നല്ല ഉയർച്ചയാണ്, ഒരു ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ല. അപ്പൊ അമേരിക്കൻ ഓഹരി വിപണിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ നല്ല ശക്തമായി നിൽക്കുന്ന ഓഹരി വിപണികളിലേക്കോ ഇവിടെ വിറ്റഴിഞ്ഞ ഓഹരിയുടെ ധനം പോയിട്ടുണ്ട്. ഭാഗികമായിട്ടെങ്കിലും ആ പണം പോയത് സ്വർണത്തിലേക്കാണ്. അങ്ങനെ സ്വർണത്തിലേക്ക്, ഇവിടുത്തെ ഓഹരി വിപണിയിൽ നിന്ന് പോലും വിറ്റ പണം സ്വർണത്തിലേക്ക് പോയി എന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ ഇപ്പോൾ ഈ ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അത് ഈ സമാധാന അന്തരീക്ഷം വരുന്ന പക്ഷം ഇന്ത്യൻ ഓഹരി വിപണിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം നടത്തുന്ന പ്രവാസികൾക്ക് ചില ആനുകൂല്യങ്ങൾ, ചില ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആനുകൂല്യങ്ങളും ഇളവുകളും ഒക്കെ കൊടുക്കുക മുഖാന്തരം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ഇനിയും തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം സ്വർണത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം കുറയുകയും ഓഹരി വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വിലയിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ വരും നാളുകളിൽ വില കുറവുണ്ടാകും. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വർണത്തിന്റെ വില കുറയാൻ വേണ്ടിയല്ല, ഇന്ത്യൻ ഓഹരി വിപണിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന പ്രവാസികൾക്കും മറ്റു വിദേശ നിക്ഷേപകർക്കും ഒക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചത് കൊണ്ട് സാധാരണ രീതിയിൽ സ്വർണത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നിക്ഷേപം ഓഹരി വിപണിയിലേക്ക് പോയേക്കാം. അങ്ങനെ പോകുന്ന പക്ഷം സ്വർണത്തിന്റെ വിലയിൽ താമസിയാതെ ഇനിയും ഇളവുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മേഡം, അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം സ്വർണ്ണവില ഇത്രയും കൂടുതലാണ്, സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനിയും ഈ ഒരു പക്ഷേ സ്വർണ്ണത്തിന്റെ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഈ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്നത്, ആ ഒരു ശീലം, അത് ആഭരണങ്ങളായിട്ടാണോ അല്ല കോയിനായിട്ട് വാങ്ങുന്നതാണോ ഏറ്റവും ബുദ്ധിപരമായി നിൽക്കും? അതായത് ഇപ്പോ ജനങ്ങളിൽ മാത്രമല്ല എല്ലാത്തരം നിക്ഷേപകരിലും
അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു നിക്ഷേപം പോലെ തന്നെ സ്വർണത്തിലെ നിക്ഷേപവും സ്വർണത്തിന്റെ മറ്റു തരത്തില്, അതായത് ജിമാറ്റ് അക്കൗണ്ടുകൾ വഴിയായിട്ട് മാറ്റാൻ ഉള്ള താല്പര്യം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സ്വർണം ആഭരണങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുകയും നാണയങ്ങളായിട്ടോ അതുമല്ലെങ്കിൽ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റ് രീതികൾ ജിമാറ്റ് പോലെയുള്ള രീതികളിലേക്കോ ഈ സ്വർണത്തിലെ നിക്ഷേപം മാറാൻ സാധ്യതയുണ്ട്. അതാണ് കൂടുതൽ സേഫ്. കാരണം വീണ്ടും വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോൾ നാണയങ്ങളാണെങ്കിൽ നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അല്ല, സ്വർണ്ണാഭരണങ്ങളായിട്ടാണ് വാങ്ങി വെക്കുന്നത് എങ്കിൽ അതിന് പണിക്കുറവ്, മൂല്യക്കുറവ് 916 അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തില് ബിസിനസ്സുകാര് അവർക്ക് വിപണിയും ലാഭവും മാത്രം നോക്കുന്നവരാണ്. അവർ കസ്റ്റമേഴ്സിന്റെ സൗകര്യമോ കസ്റ്റമേഴ്സിന്റെ ലാഭമോ അല്ല നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പലതരത്തിലും അവർ വില കുറച്ച് ആണ് തിരിച്ചു വാങ്ങുക. അതുകൊണ്ട് ഒരു കാരണവശാലും അത്യാവശ്യത്തിന് മാത്രമേ സ്വർണം ആഭരണമാക്കി മാറ്റാവൂ. ബാക്കി സ്വർണം മുഴുവനും മറ്റു രീതിയിൽ, അതായത് സ്വർണ്ണ നാണയങ്ങളായിട്ടോ എളുപ്പം വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വർണ്ണ നാണയങ്ങൾ തന്നെയാണ്. അതുമല്ലെങ്കിൽ സ്വർണ്ണ ബോണ്ടുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. അങ്ങനെയൊക്കെ നിക്ഷേപിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ ബോണ്ടുകളാകുമ്പോൾ ഒരിക്കലും നമുക്ക് ഭയക്കേണ്ടിയും വരില്ല. അപ്പൊ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള ഈ ആഭരണ ഭ്രമം കളഞ്ഞിട്ട് സ്വർണ്ണ ബോണ്ടുകൾ പോലെയുള്ളതിലേക്ക്, അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ ബോണ്ടുകളാണ് എങ്കിൽ നമുക്ക് ഒരിക്കലും ഭയക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ലതാനും. ഇപ്പോൾ തന്നെ റിസർവ് ബാങ്കിന്റെ കയ്യിൽ 880 ടൺ സ്വർണമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ ബോണ്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാഭകരമായിരിക്കും, നമുക്ക് സുരക്ഷിതമായ ഒരു സേവനമായി മാറുകയും ചെയ്യും. ശരി, വളരെ നന്ദിയുണ്ട് മേഡം പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.